വെൽക്കം ബാക്ക് ടു DH. നിങ്ങളൊക്കെ ചിക്കൻ മന്തിയുടെ ഫാനായി മാറിയത് ശരിയായ ബീഫ് മന്തിയുടെ ടേസ്റ്റ് നിങ്ങളാരും അറിയാത്തത് കൊണ്ടാണ്. ബീഫ് മന്തി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൈകി വൃത്തിയാക്കിയ ബീഫിലോട്ട് ചെറുതായി കട്ട് ചെയ്ത മല്ലിച്ചപ്പും ക്യാപ്സിക്കവും ഇട്ടു കൊടുക്കുക. കൂടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ ജീരകം, കുരുമുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാല, മാഗി ക്യൂബ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ മാഗി ക്യൂബും ആവശ്യത്തിന് മാത്രം ഉപ്പും ചേർത്ത് കൊടുക്കുക. മന്തിക്ക് നല്ലൊരു സ്പൈസി ഫ്ലേവർ കിട്ടാൻ വറ്റൽ മുളക് ചതച്ചത് കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ബീഫിൽ നന്നായി മസാല പിടിക്കാനായി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ബീഫ് സെറ്റാവുന്ന സമയം കൊണ്ട് റൈസ് റെഡിയാക്കാം. സ്പൈസസ് ഒക്കെ ഇട്ട് തിളച്ച വെള്ളത്തിലേക്ക് 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന ബസ്മതി അരിയാണ് ഞാൻ എടുത്തത്. ബീഫായതുകൊണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടാൻ കുക്കറിലിട്ട് 8 വിസിൽ വരും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചോറും ബീഫും പാകത്തിന് റെഡിയായാൽ ചോറിന് മുകളിൽ കുറച്ച് പച്ചമുളക് കൂടി വെച്ച് കൊടുക്കാം. മന്തിക്ക് തനത് അറേബ്യൻ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി നടുവിലൊരു പാത്രം വെച്ച് അതിൽ ചാർക്കോൾ ഇട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പാത്രം മൂടി വെക്കാം. അപ്പോൾ ദാ ആവി പറക്കുന്ന റൈസ് മസാലയൊക്കെ പിടിച്ച് പഞ്ഞി പോലെ വെന്ത് നല്ല ജ്യൂസിയായ നമ്മുടെ നാടൻ ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കുടിക്കും. ഓക്കെ, ബൈ.